ഇന്ന് ഞാൻ ഒരു ദിവസം മുഴുവനും എന്റെ ഒരു കൂട്ടുകാരനെ ഓസിയിട്ടായിരിക്കും ഞാനിന്ന് ജീവിക്കാൻ വേണ്ടി പോണത്. എങ്ങനെ ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിച്ചു നോക്കാം. അങ്ങനെ ഇപ്പൊ രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടി ഞാൻ എന്റെ ഈ ഒരു കൂട്ടുകാരനെയും വിളിച്ച് ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ ചായക്കട എത്തിയിട്ടാണ് ഞാൻ ഇവന്റെ പറയണത് ഒരു വീഡിയോ എടുക്കാനുണ്ട്, അതുകൊണ്ട് ഇന്നത്തെ എന്റെ ചെലവ് മൊത്തം നീ നോക്കണമെന്ന്. ഇത് കേട്ടത് ഇവന്റെ പറയാണ്, അത് കുഴപ്പമില്ലടാ, വീഡിയോ എടുക്കാനല്ലേ, ഇന്നത്തെ ചെലവ് മൊത്തം ഞാൻ നോക്കാം, പക്ഷെ നാളത്തെ എന്റെ ചെലവ് മൊത്തം നീ നോക്കണത്രേ. ഇത് ഞാൻ വിചാരിക്കാത്ത ഒരു ടിസ്റ്റായി പോയി. കാര്യമില്ല, നാളത്തെ കാര്യം നാളെ എന്നും പറഞ്ഞ് ഞാൻ അവന്റെ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ വന്ന് ചായ കുടിച്ച് എന്റെ പൈസയൊക്കെ ഞാൻ അവന്റെ കൊടുപ്പിച്ചതിന് ശേഷം നേരെ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി 4 ഇഡ്ഡലി മാത്രം വാങ്ങി കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ജിമ്മിക്കൊക്കെ പോണതുകൊണ്ട് ഇന്ന് എനിക്ക് കഴിക്കാനുള്ള മുട്ട വാങ്ങണം. അതുകൊണ്ട് പോണ വഴി ഒരു കടയിൽ നിർത്തി ഒരു 10 മുട്ടയും ഞാൻ അവന്റെ പൈസ കൊടുത്ത് വാങ്ങിച്ചു. എന്തായാലും നാളത്തെ ചെലവ് മൊത്തം ഞാൻ നോക്കണം എന്നാണല്ലോ ഞങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ്. അതുകൊണ്ട് പരമാവധി ഇന്ന് പറ്റണതൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞ് സമയം ഇപ്പൊ ഉച്ചയായപ്പോ ഞാൻ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീണ്ടും എന്റെ കൂട്ടുകാരനെ വിളിച്ചു വരുത്തി. ഇപ്പൊ ഞാൻ ഉച്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഇപ്പൊ ഒരു ഹോട്ടലിൽ കയറി ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ചിക്കൻ ബിരിയാണിയാണ് ഞാൻ വാങ്ങിയത്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബിരിയാണിന്റെ പൈസ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വേൾഡ് കപ്പൊക്കെ അല്ലേ, ഒരു റൊണാൾഡോന്റെ ജേഴ്സി വാങ്ങട്ടെ എന്ന് പറഞ്ഞ് കൂട്ടുകാരൻ ഒരു കടയിൽ കയറി. പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോ എനിക്ക് റൊണാൾഡോന് വേണമെന്നായി. അതുകൊണ്ട് 2 പോർച്ചുഗലിന്റെ ജേഴ്സി വാങ്ങിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ പോയത്. അതിനുശേഷം സമയം ഒന്ന് വൈകുന്നേരം ആയതും വൈകുന്നേരത്തെ ചായ കുടിക്കാൻ വേണ്ടി വീണ്ടും ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ എല്ലാ ദിവസവും വൈകുന്നേരം ചായ അല്ലേ കുടിക്കുക, എന്നൊരു വെറൈറ്റിക്ക് ജ്യൂസ് കുടിക്കാന്നും പറഞ്ഞ് ഒരു ബേക്കറി കയറി വൈകുന്നേരത്തെ ചായക്ക് പകരം ഞാനിപ്പോ ഒരു ആപ്പിൾ ജ്യൂസാണ് വാങ്ങി കുടിച്ചത്. ഇപ്പൊ തന്നെ വയറ് ഫുള്ളായി, ഇനി വൈകുന്നേരത്തെ ഭക്ഷണ ചെലവ് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് സമയം ഇപ്പൊ രാത്രിയായി. രാത്രി പിന്നെ പ്രത്യേകിച്ച് ചെലവൊന്നുമില്ല, ഭക്ഷണം മാത്രം മതി എനിക്ക്. അതുകൊണ്ട് ഞാനിപ്പോ ഒരു ഹോട്ടലിൽ കയറി അൽഫാമും കുബൂസും ആണ് രാത്രി കഴിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയത്. അങ്ങനെ ഇപ്പൊ ഈ ഒരു അൽഫാമും മൊത്തം കഴിച്ചു തീർത്ത് പൈസ ഞാൻ അവന്റെ കൊടുപ്പിച്ചതിന് ശേഷം എന്റെ ഈ ഒരു ചലഞ്ച് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നാളത്തെ ഇവന്റെ ചെലവ് മൊത്തം ഞാൻ നോക്കണം എന്നാണ് ഇവൻ പറയുന്നത്. കാര്യമില്ല. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.